Delhi 10-11 blast. Reporter breaking update from ground zero. സ്ഫോടനം നടന്ന സ്ഥലത്ത് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു സ്വാഭാവികമായി CNG കാറിന് തീപിടിച്ചതല്ല. ഇത് ആസൂത്രിതമായൊരു സ്ഫോടനം എന്നതിലേക്ക് ചൂണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന് കിട്ടിയിരിക്കുന്നു. ഫോറൻസിക് പരിശോധനയിലെ കണ്ടെത്തൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം ഈ സ്ഥലത്ത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം. ഫരീദാബാദ് ബന്ധം കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് നിലവിലെ കണ്ടെത്തലുകൾ. 300 കിലോ IED ആണ്. അതിൽ അമോണിയം നൈട്രേറ്റ് ആണ് ഫരീദാബാദിൽ നിന്നും പിടികൂടിയത്. നോബൽ ബാരിക്കാരനും പിയാ സുനിലും ആദിൽ പാലോടും നമുക്കൊപ്പം. ആദ്യം പിയാ സുനിലേക്ക്. പിയാ സുനിൽ, ഇപ്പോൾ വരുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതിന്റെ അർത്ഥം ഈ സ്ഫോടനത്തിന് ഫരീദാബാദിലെ റെയ്ഡും അറസ്റ്റുമായി ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ പിയാ സുനിൽ? അരുൺ, ഒരു ഭീകരാക്രമണം തന്നെ എന്ന സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ ഒരു സ്ഫോടനം നടന്നത് ഒരു CNG ബ്ലാസ്റ്റ് അല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് CNG ടാങ്ക് പൊട്ടിത്തെറിച്ചതല്ല എന്നിപ്പോൾ സ്ഥിരീകരിക്കുമ്പോൾ ഈ ഒരു സ്ഫോടനം ഭീകരാക്രമണം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. അന്വേഷണ ഏജൻസികൾ ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ഏതായാലും ഈ സ്ഫോടന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അമോണിയം നൈട്രേറ്റിന്റെ ചില സൂചനകൾ, അത് ഉപയോഗിച്ചതിന്റെ ചില സൂചനകൾ കൂടി ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ അതീവ ഗൗരവമാണ് സാഹചര്യം. അപ്പോൾ ഇതൊരു ഭീകരാക്രമണം തന്നെയാണ്, ഒരു സൂയിസൈഡ് അറ്റാക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം അന്വേഷണ ഏജൻസികൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം വിളിച്ചു ചേർത്തിരിക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഫരീദാബാദ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾക്ക് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ ഒരു സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കണക്കാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ UAPA ചുമത്തിയുള്ള UAPA വകുപ്പുകൾ പ്രകാരമുള്ള അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ വലിയ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുകൂടി നമുക്ക് വിലയിരുത്താം. പെഹൽഗാം ഭീകരാക്രമണം വലിയ സുരക്ഷാ വീഴ്ചയായിരുന്നു. ഭീകരവാദികൾ ഇന്ത്യൻ മണ്ണിലേക്ക് കയറുകയും പിന്നീട് പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു സുരക്ഷാ വീഴ്ച കൂടി ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര ഭരണ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു. അതും വളരെ സെൻസിറ്റീവായ റെഡ് ഫോർട്ടിന് നേരെ മുൻപിൽ ജനത്തിരക്കേറിയ മേഖലയിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഫരീദാബാദിൽ നടന്ന അറസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രതികാരമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയത് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ തന്നെയാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ്. റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള റോഡാണ്. ആ റോഡിൽ ആ സിഗ്നൽ ലൈറ്റിലാണ് ഈ സ്ഫോടനം നടന്നത്. അപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ഗേറ്റിന് മുൻപിൽ തന്നെ എത്തി ഈ സ്ഫോടനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കാർ വന്നത്. ബദർപൂർ അതിർത്തി വഴിയാണ് ഈ കാർ ഡൽഹിയിലേക്ക് കടന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്ട് 200 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ എല്ലാ മേഖലകളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ച് വരികയാണ്. പലയിടങ്ങളിലെയും CCTV സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുകയാണ്. ഈ കാർ എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ പാർക്ക് ചെയ്തു, എത്ര ദിവസമായി ഈ കാർ ഡൽഹിയിലുണ്ട്, ഇതൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഈ കാർ ഇവിടേക്ക് എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികൾ അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇതൊരു ഭീകരാക്രമണം തന്നെയാണ്. ഭീകരാക്രമണത്തിൻ്റെ എല്ലാ സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ഏതായാലും ഇപ്പോൾ സ്ഫോടന സ്ഥലത്ത് നിന്ന് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പിയാ സുനിൽ ഡൽഹിയിൽ നിന്നും പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. നോബൽ ബാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ ബാരിക്കാരൻ, ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ഈ കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയിരിക്കുന്നത്. താരിഖിന്റെ പേരിലേക്ക്, പഹൽഗാം സ്വദേശിയായ താരിഖിന്റെ പേരിലേക്ക് ഈ കാർ രജിസ്ട്രേഷൻ മാറ്റിയിരിക്കുന്നത് മണിക്കൂറുകൾ മുമ്പാണ്. താരിഖിൽ നിന്ന് ഡോക്ടർ ഉമറാണ് ഈ കാറ് ബദരിനഗർ വഴി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ സ്ഫോടന സ്ഥലത്ത് നിന്നും നേരത്തെ വയറുകളോ മറ്റേതെങ്കിലും ചില്ലുകളോ ഇവരുടെ മരിച്ചവരുടെ ശരീരത്തെ കണ്ടെത്തിയില്ല എന്നത് അന്വേഷണ സംഘത്തെ കുഴക്കിയിരുന്നു. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം സ്ഫോടന സ്ഥലത്ത് സ്ഥിരീകരിച്ചു. IEDയുടെ സാന്നിധ്യവും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിന്റെ അർത്ഥം ഫരീദാബാദിൽ നടന്ന അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനം നടന്നുവെന്ന് സംശയിക്കേണ്ടി വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. തിരക്കേറിയ മറ്റേതോ ഒരു സ്ഥലം ഇവർ സ്ഫോടനത്തിനായി ഒരുപക്ഷെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം.
പാർലമെന്റ് അറ്റാക്ക് നടത്തിയതിന്റെ മാതൃകയിൽ ഈ റെഡ് ഫോർട്ടിന്റെ പരിസരത്തേക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരിക്കാം ഇവരുടെ ലക്ഷ്യം. പക്ഷെ അതിനു മുമ്പ് സിഗ്നലിൽ വെച്ച് ഈ കാർ സ്ഫോടനം നടത്തിയിരിക്കുന്നു. ലക്ഷ്യത്തിലെത്തും മുമ്പ് നടന്ന സ്ഫോടനം എന്ന് വേണമെങ്കിലും വിലയിരുത്താം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോബിൾ. 1, അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയത് ഈ സംഭവ സ്ഥലത്ത്. 2, ഈ കാറിന്റെ ഉടമസ്ഥാവകാശം താരിഖിന്റെ പേരിലേക്ക് മാറ്റുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് എന്നുള്ള കാര്യം. 3, ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത് എന്നത് ലഭിക്കുന്ന വിവരം. ഈ ഉമർ അബ്ദുള്ളയുടെ സാന്നിധ്യം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് ആസൂത്രിതമായ സ്ഫോടനം എന്ന നിലയ്ക്കാണ്. അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു, ഏത് സാധ്യതകളാണ് ഇപ്പോൾ പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും പരിശോധിക്കുന്നത്? നോബിൾ മാരിക്കാരൻ. അരുൺ, ഇതൊരു ചാവേർ ആക്രമണമാണ് എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിൽ അരുൺ നേരത്തെ പറഞ്ഞ 3 സാധ്യതകളും അതിലേക്ക് തന്നെ വിരൽ എന്ന ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അനുമാനമായി പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ 9:30 ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം അടക്കം വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കും എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ്, അതായത് സ്ഫോടനം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാറുകയോ ബദൽപൂർ അതിർത്തി വഴി വാഹനം ദില്ലിയിലേക്ക് കടക്കുകയും ചെയ്തു. അതിന് പിന്നാലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ആൾക്കൂട്ടമുള്ള ഇടങ്ങളിലേക്കാണ് ഈ വാഹനം പോയത് എന്നാണ് പ്രധാനപ്പെട്ടത്. അതായത് ചെങ്കോട്ട അടക്കമുള്ള പ്രദേശങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വലിയ ജനക്കൂട്ടം ഉള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ആളുകൾ വന്നു പോകുന്നു. അത് മാർക്കറ്റിൽ വരുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങൾ കാണാൻ വരുന്ന ആളുകളുണ്ട്. റെഡ് ഫോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ. അത്തരത്തിൽ ഒരുപാട് ജനത്തിരക്കുള്ള സ്ഥലങ്ങളാണ്. സ്വാഭാവികമായും ആ വഴിയിലൂടെ ആ വാഹനം നീങ്ങുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ജനക്കൂട്ടമുള്ള അല്ലെങ്കിൽ വലിയ ജനങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഇടിച്ചു കയറ്റാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടിക്കാനോ ഒക്കെ ആയിരിക്കും അവർ ശ്രമിച്ചിട്ടുണ്ടാകുക. അതിന് മുൻപാണ് ഈ പറഞ്ഞ സിഗ്നലിൽ 1-ാം നമ്പർ മെട്രോ സ്റ്റേഷന്റെ ഗേറ്റിന് തൊട്ടടുത്ത സിഗ്നലിൽ പതിയെ പോയ വാഹനം പൊട്ടിത്തെറിച്ച് ഇത്ര വലിയ ഒരു സ്ഫോടനം ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും അതീവ